അത് അത് ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരാം. വികസനം എന്നുള്ള ഒരു പൊളിറ്റിക്കൽ അജണ്ടയായിട്ട് BJP കൊണ്ടുവരാറുണ്ട്. അവരുടെ വികസനം നമ്മൾ ബീഹാറിൽ കണ്ടു. 10,000 രൂപ കൊടുത്തതിന്റെ പേരിലാണ് അവർക്ക് ഇത്ര വലിയ വിജയം അവിടെ കൈവരുത്താൻ കഴിഞ്ഞത്. ഞാൻ കേട്ടത് പല കുടുംബങ്ങളിലും സ്ത്രീകൾക്ക് 10,000 രൂപ ആദ്യമായിട്ടാണ് അവരുടെ ബാങ്കിലോ അല്ലെങ്കിൽ അവരുടെ കയ്യിലോ കൈവശം വരുന്നത്, അതും ഫ്രീ ആയിട്ട്. അപ്പൊ ഈ ഒരു വികസനം എന്ന് പറയുന്നത് അത് എത്ര വികസനം എങ്ങനെ ഉണ്ടാക്കും എന്ന് നമുക്കറിഞ്ഞൂടാ. പക്ഷെ വോട്ടായിട്ട് അത് മാറ്റാൻ കഴിയും. ആ ഒരു മൂവ് അത് 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 കേരളത്തിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പൊ കേരളത്തിൽ ഈ CPM വികസനം എന്ന് പറയുന്നുണ്ട്. റോഡുകളും തുറമുഖവും മെട്രോയും ഒക്കെ ഇത് തന്നെയാണ് സംഘപരിവാർ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നു ഇന്ത്യ ഷൈനിങ് ക്യാമ്പയിൻ? വികസനമായിരുന്നു. അപ്പൊ അത് ആ ഒരു സംഗതി അന്ന് കേരളം ഇത് വികസനം എന്ന് പറയുന്നത് ഞാൻ കാണുന്നത് എല്ലാ സർക്കാരുകളും ചെയ്യേണ്ട ഒരു അവരുടെ ബേസിക് സംഗതിയാണ് വികസനം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ പോലെ രാജ്യത്ത് അതിദരിദ്രരെ മാറ്റി എന്ന് കേരളം അവകാശപ്പെട്ടു. നല്ല കാര്യമാണ്. ഞാൻ പറഞ്ഞ ലോകത്തിലെ വലിയ കാരണം. പക്ഷെ ഒരു അപകടം പറ്റി, അതായത് സർക്കാരിന്റെ ക്ലെയിമുകൾ ഇന്നത്തെ അവസ്ഥയിൽ ആരും വിശ്വസിക്കത്തില്ല, ആരും മുഖബലി കെടുക്കത്തില്ല. അവര് സർക്കാരിന്റെ ഒരു ക്ലെയിമാണ്. പക്ഷെ അതൊരു ഇൻഡിപെൻഡന്റ് ഏജൻസി അത് അസസ് ചെയ്തിട്ട് ശരിയാണ് കേരളത്തിൽ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന് ശരിക്കും അതൊരു ലോക ന്യൂസ് ആകേണ്ട സംഗതി. എനിക്ക് തോന്നുന്നത് കേരളത്തിന്റെ ഈ ഒരു തരത്തിൽ പറഞ്ഞ സെക്ടേഴ്സ് ഒരു വളരെ സങ്കുചിത പൊളിറ്റിക്സിനകത്ത് കലർത്തി അത് മാറ്റി. അത് നടന്നെങ്കിൽ അത് നല്ല കാര്യമാണ്. ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഒരു സർക്കാർ ഇങ്ങനെ പ്രഖ്യാപിക്കുന്ന അതിദരിദ്രർ കേരളത്തിൽ ഇല്ല എന്നുള്ളത്. അത് ഞാൻ അതിനെ ഒരു വികസനമായിട്ട് തന്നെ കാണുന്നത്. റോഡ് പോലെയോ അല്ല, അതാണ് ഏറ്റവും വലിയ വികസനം. അതാണ് എല്ലാ വെൽഫെയർ സ്റ്റേറ്റും ജനാധിപത്യവും ആഗ്രഹിക്കുന്നതും ചെയ്യാൻ ശ്രമിക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ദാമോദരൻ എന്തിനാന്ന് തോന്നി വികസനം എന്നുള്ള ഒരു അജണ്ട കേരളത്തിൽ തിരഞ്ഞെടുപ്പ് സമയത്ത് അത് മുന്നോട്ട് വരാൻ സാധ്യതയുണ്ടോ? സാറ് പറഞ്ഞ വളരെ കൃത്യമായിട്ടുള്ള കാര്യം. അതിദരിദ്രം നിർമ്മാർജ്ജനം ചെയ്യാൻ സർക്കാരിനെ പന്തി പ്രയോറിറ്റി കൊടുത്തത് അതാണ് വികസനത്തിനെ കുറിച്ച് നാന്ദിയാവേണ്ട ഒരു കാര്യം. ചൈന മുമ്പ് പ്രഖ്യാപിച്ചതാണ് എക്സ്ട്രീം പോവർട്ടിയാണ് ഇറാഡിക്കേറ്റ് ചെയ്യുന്നത്. ചൈനയാണ് ആദ്യം പ്രഖ്യാപിച്ചും ആ നിലയ്ക്ക് വളരെ ശരിയായില്ല. പക്ഷേ വികസനത്തെ പുറത്തുനിന്ന് തർക്കം കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടു. അതായത് ദേശീയപാത വികസനം ആരുടെ ഉത്തരവാദിത്തമാണ്, ആരാണ് നടത്തിയത്? സംസ്ഥാന സർക്കാർ സ്ഥലം എടുത്തത് ഞങ്ങളുടെ പൈസ കൊടുത്ത് അല്ല, ഗഡ്ഗിരി റോഡാണ് എന്ന് പറഞ്ഞ BJP. അങ്ങനെ BJPക്ക് അങ്ങനെ അതിലാണ് കേരള PWD മന്ത്രിനെ ഒഴിവാക്കിക്കൊണ്ട്, അത് അദ്ദേഹം വരുമാനമായിക്കോട്ടെ PWD മന്ത്രിയാണ്. നമുക്ക് രാഷ്ട്രീയ തർക്കങ്ങൾ പറയാം. അദ്ദേഹം PWD മന്ത്രി ആയത് ഒരു പക്ഷേ പിണറായിയുടെ ബന്ധം കൊണ്ടായിരിക്കുന്നൊക്കെ രാഷ്ട്രീയ തർക്കങ്ങളാണ്. പക്ഷെ ഒരാൾ PWD മന്ത്രിയാണെങ്കിൽ ഇപ്പൊ BJPയുടെ ഇപ്പൊ മഹാരാഷ്ട്രയിലൊക്കെ എത്ര ആൾക്കാരായി ഭായി ഭർത്താക്കന്മാരൊക്കെ ഇരിക്കുന്നത്? ഭായി ഭർത്താക്കന്മാരാണല്ലോ ഇപ്പൊ അവിടെ ഇരിക്കുന്നത്. അപ്പൊ BJPക്ക് ഈ കുടുംബവാഴ്ചയെ കുറിച്ചൊന്നും പറയാനുള്ള യാതൊരു അർഹതയും ഇല്ലാത്തൊരു പാർട്ടിയുടെ BJP. അപ്പോ അവിടെ അദ്ദേഹം PWD മന്ത്രിയാണ്. അത് PWD മന്ത്രിയെ വിളിക്കുക. രാഷ്ട്രീയ വിമർശനം വേറെ നടത്താം, പക്ഷെ PWD മന്ത്രിയെ വിളിക്കാൻ ബാധ്യതപ്പെട്ടിട്ട് അവർ വിളിച്ചില്ല. അപ്പൊ രാഷ്ട്രീയ സ്റ്റണ്ടാക്കി മാറ്റാൻ ശ്രമം നടത്തി. പിണറായി വിജയൻ അതിനെ BJP വിരുദ്ധ സ്റ്റണ്ടാക്കി മാറ്റാനും പറ്റി. അപ്പൊ ആ നിലയിൽ അവരുടെ വികസനത്തിന്റെ ക്ലെയിം വിഭജിച്ചു പോയി. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ BJPയുടെ വികസന സങ്കല്പം, വികസിത് ഭാരത് എന്നൊക്കെ വികസനം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒക്കെ താൽക്കാലികം. BJPയുടെ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ എപ്പോഴും നോക്കിയാലും ആദ്യഘട്ടത്തിൽ വികസനം പറയും, തെരഞ്ഞെടുപ്പ് അനുവദിക്കും, തനി വർഗീയതയിലേക്ക് പോകും. തനി വർഗീയത ഇത് നമ്മൾ കഴിഞ്ഞ ലോക്സഭയിൽ പല ഘട്ടങ്ങളിലും കണ്ടതാണ്. വികസിത് ഭാരത് എന്ന സങ്കല്പമായിട്ട് പ്രധാനമന്ത്രി തുടങ്ങുകയും പക്ഷെ ക്യാമ്പയിൻ അവസാനം എത്തുമ്പോഴേക്കും അത് മുസ്ലിം വിരുദ്ധ ഹെയ്റ്റ് ക്യാമ്പയിനായി മാറുന്ന കണ്ടുണ്ട്. കേരളത്തിൽ ഇതുപോലെ തന്നെ രണ്ട് വശം കൊണ്ട് രാജേന്ദ്രശേഖർ വികസിത കേരളം എന്ന് പറയുമ്പോഴും പാരലായിട്ട് അത്യാവശ്യം നല്ല വർഗീയതയൊക്കെ പ്രചരിപ്പിക്കാൻ BJPക്ക് ഇപ്പോഴും അതിന്റെ അപ്പാരറ്റസിന്റെ മെക്കാനിസം ഉണ്ട്. കാര്യം വിവിധ സംഘടനകൾ അവർക്ക് അതിനുവേണ്ടി തയ്യാറായി നിൽക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു കാര്യം ഇപ്പോൾ BJPയുടെ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ രാജേന്ദ്രശേഖരൻ BJPക്ക് അത് എത്രമാത്രം പിന്തുണ കിട്ടും എന്നും കൂടി അറിയുന്ന തെരഞ്ഞെടുപ്പായിരിക്കും. കാര്യം അദ്ദേഹം ഉണ്ടാക്കിയ കൊളാബറേഷൻസ് നോക്കിയാൽ നമുക്കറിയാം T28 ആണ്. T28 കൊളാബറേഷൻ. അതൊക്കെ തന്നെ BJPയുടെ ഒരു പൊളിറ്റിക്സിന്റെ അകത്ത് നിൽക്കുന്നതാണെങ്കിലും അതിലൊക്കെ തന്നെ വ്യവസായ പ്രമുഖന്മാരായിട്ട് അദ്ദേഹത്തിന്റെ വ്യവസായ ബന്ധം വെച്ചിട്ടുള്ള ഒരു രീതിയിലാണ് പോകുന്നത്. അതൊരു പൊളിറ്റിക്കൽ ഇപ്പോൾ എന്താ പറയുക ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾക്ക് പറ്റാത്ത കാര്യമാണ്. അപ്പോൾ ഇതിനെ രാജീവ് ചന്ദ്രശേഖരൻ ടെസ്റ്റാണത്. രാജീവ് ചന്ദ്രശേഖരൻ ഇപ്പോൾ നിയമത്വം അനുസരിച്ച് വിജയിക്കുമോ എനിക്കറിയില്ല, സാധ്യത കുറവാണ്. പക്ഷെ പ്രധാനമായിട്ട് രാജീവ് ചന്ദ്രശേഖരനോടുകൂടി രാജചന്ദ്രശേഖരൻ BJP തിരിച്ചടിച്ചു കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരന്റെ പൊളിറ്റിക്സും പരാജയപ്പെടുകയാണ് ഇവിടെ. അത് പരാജയപ്പെടുന്ന പക്ഷേ കേരളത്തിന് നല്ലതായിരിക്കും. കാര്യം അത്തരം ഒരു ബിസിനസ് പൊളിറ്റിക്സ് കേരളത്തെ സംബന്ധിച്ച് ഒട്ടും ഗുണകരമായിട്ടുള്ള സാധനമല്ല. കേരളത്തിന്റെ പൊളിറ്റിക്സിന്റെ ഒരു പാരമ്പര്യം, കേരളത്തിന്റെ ഇപ്പോൾ ഒരു രാഷ്ട്രീയത്തിന് ബിസിനസ് ഓറിയന്റഡ് രാഷ്ട്രീയമല്ല. അപ്പൊ അതുകൊണ്ട് കേരളം അത് എങ്ങനെ തിരഞ്ഞെടുക്കുന്നത്? അപ്പൊ വികസനത്തെ കുറിച്ചാണ്. പക്ഷെ വികസനം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും BJP എത്ര വികസനം പറഞ്ഞാലും
കേരളത്തിൽ അതിന്റെ മുഖം പിണറായി വിജയനാണ് ഇപ്പോൾ. അതായത് ബി ജെ പി ഉദ്ദേശിക്കുന്ന വികസനത്തിന്, ബി ജെ പി ഉദ്ദേശിക്കുന്ന വൻകിട വികസന പദ്ധതികൾ, ദേശീയപാത, വിഴിഞ്ഞം പോർട്ട് തുടങ്ങിയ കാര്യങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിന്റെ മുഖം എന്ന് പറയുന്നത് അഡാനീസ് അവർ പാർട്ണർ എന്നാണല്ലോ നമ്മുടെ മന്ത്രി പറഞ്ഞത്, വാസവൻ പറഞ്ഞു. അപ്പോൾ അതിന്റെ മുഖം പിണറായി വിജയനാണ്. ഒപ്പം തന്നെ പിണറായിന് ക്ഷേമത്തിന്റെ രാഷ്ട്രീയം മുന്നോട്ടില്ല. അപ്പൊ അതാണ് പൊളിറ്റിക്കൽ ക്യാമ്പയിന് പോവുകയാണെന്നുണ്ടെങ്കിൽ ബി ജെ പിക്ക് ഒരു കാരണവശാലും പിടിച്ചേക്കാൻ പറ്റില്ല. കാരണം സംബന്ധിച്ചാലും അത് പിണറായി വിജയൻ അത് പിണറായി വിജയന്റെ പൊളിറ്റിക്സ് ആണ്. അത് കാര്യം വികസനം തന്നെയാണ് അവർ പറയുന്നത്. വികസനത്തെ കാണിക്കാൻ അവരിൽ കണ്ടമാനം ഇതുണ്ട്. അതൊപ്പം തന്നെ ക്ഷേമ പ്രവർത്തനമുണ്ട്. പക്ഷേ ഈ വികസനം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഇത് UDF ഇപ്പൊ ഉമ്മൻചാണ്ടി വികസന നായകനായിരുന്നു. ഉമ്മൻചാണ്ടി 2016 ഇലക്ഷന് തിരിച്ചടി നേരിട്ടാലും ആ സമയത്ത് ഉമ്മൻചാണ്ടി റോഡുകളെ കുറിച്ച് പറയുന്നുണ്ട്, കണ്ണൂർ എയർപോർട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്, വിഴിഞ്ഞം പോർട്ട് ഉപ്പിട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിന്റെ ഗുണഫലമാണ് ഇപ്പൊ അനുഭവിക്കുന്നത്. കേരളത്തിൽ അങ്ങനെ വികസന സങ്കല്പം UDF എല്ലാ കാലത്തും ഇന്ന് പിണറായി വിജയൻ പറയുന്ന വികസനത്തിന്റെ വക്താക്കളായിരുന്ന കെ കരുണാകരനാണ്, പിന്നീട് ഉമ്മൻചാണ്ടിയാണ്. UDF ഒരു രാഷ്ട്രീയ ബേസ് എന്ന് പറയുന്ന ഈ വികസന സങ്കല്പമാണ്. ഓക്കെ, UDF എല്ലാ നേതാക്കളും, കരുണാകരൻ മുതലാണ് നേതാക്കളെ വൻകിട വികസനത്തിന്. ഉമ്മൻചാണ്ടി പ്രധാനപ്പെട്ട ആളായിരുന്നു. ഉമ്മൻചാണ്ടി അവസാന ഘട്ടത്തിൽ നമുക്കറിയാം ഈ നേരിട്ട ഒരുപാട് തെറ്റായ പ്രചരണത്തിന്റെ ഒരു ഇരയാണല്ലോ ഉമ്മൻചാണ്ടി, തെറ്റായ പ്രചരണത്തിന്റെ. പക്ഷെ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വലിയ ക്ഷീണം സംഭവിച്ചത്. പക്ഷെ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പദ്ധതി മുഴുവൻ തന്നെ വൻകിട വികസന പദ്ധതിയാണ്. കാര്യം ആ സമയത്ത് ഓർക്കുകയാണെങ്കിൽ 2016 തെരഞ്ഞെടുപ്പിൽ സമയത്ത് ഓർക്കുകയാണെങ്കിൽ ഉമ്മൻചാണ്ടി ചോദിച്ചിരുന്ന ചോദ്യം, റോഡ് നോക്കൂ, എത്ര സുന്ദരമായ റോഡുകളാണ് കേരളത്തിലുള്ളത്. എയർപോർട്ട് കണ്ട, കണ്ണൂർ എയർപോർട്ട് വന്നു, നിങ്ങൾ നോക്കൂ, വിഴിഞ്ഞം പോർട്ടിന് വേണ്ടി ഞാൻ എല്ലാം ഒപ്പിട്ട് കഴിഞ്ഞു. അതിനെ എതിർത്തുന്ന CPM ആണ്. ഇന്ന് പിണറായിന്റെ CPM VS പ്രതിപക്ഷ നേതാവ് CPM ആണ് എതിർത്തത്. അപ്പോൾ ഈ വികസനം ഇന്ന് പിണറായിയുടെ വികസനം എന്ന് പറയുന്നത് കോൺഗ്രസിനും എളുപ്പത്തിൽ കൊണ്ടുപോകാം. കാര്യം കോൺഗ്രസിന്റെ ഒരു മുഖ്യ ഘടകകക്ഷി മുസ്ലിം ലീഗ് ഈ വികസനത്തിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം വികസന ഓറിയന്റഡ് ആണ്. സാമുദായിക പാർട്ടിയുടെ രാഷ്ട്രീയം നിലനിൽക്കുമ്പോൾ തന്നെ ഊഞ്ഞാലിക്കുട്ടിയിലും ഈ വൻകിട വികസനത്തിന്റെ ആളാണ്. ഈ ദേശീയപാതയെ കുറിച്ച് വളരെ മുമ്പ് MK മുനീർ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. എക്സ്പ്രസ് ഹൈവേ എന്നാണ് പദ്ധതി ആവിഷ്കരിച്ചിരുന്നു. അപ്പൊ വികസനത്തെ കുറിച്ച് കേരള ജനങ്ങൾക്ക് അറിയാം, അത് UDFന്റെയും കൂടി മേഖലയാണ് ഈ വൻകിട വികസനം. CPM എല്ലാ കാലത്തും ഈ വൻകിട വികസന പദ്ധതി എങ്ങനെയാണ് ജനങ്ങളെ ബാധിക്കുക എന്നുള്ളതായിരുന്നു ഉന്നയിച്ചിരുന്ന കാര്യം. അതിനാണ് ഇപ്പൊ CPM ഒരു പ്രതിസന്ധിയിലാവുന്നുണ്ട്. നാളെ UDF എങ്ങനെ അധികാരത്തിൽ വരികയും UDF വൻകിട വികസന പദ്ധതികൾ വീണ്ടും ആവിഷ്കരിക്കുകയും ചെയ്താൽ അതിന്റെ ദോഷഫലങ്ങൾ അനുഭവിച്ച് ജനത്തിന് വേണ്ടി സമരം ചെയ്യാൻ CPM പറ്റില്ല. കാര്യം തീർച്ചയായും ആൾക്കാർ ചോദിക്കും, നിങ്ങൾ അതിന് വേണ്ടിയല്ലേ നിന്നത്? ഇത്രയും കാലം ഈ വികസനത്തിന് വേണ്ടിയല്ല. പിന്നെ CPM അതുകൊണ്ട് CPMന്റെ അടിസ്ഥാനമായി CPM നേരിടുന്ന, നേരത്തെ സൂചിച്ച പോലെ CPM ഒരു പ്രത്യയശാസ്ത്രമായ പ്രതിസന്ധി നേരിടുന്നുണ്ട്, സംഘടനാപരമായ പ്രതിസന്ധി നേരിടുന്നുണ്ട്. അത് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണാത്തതിന് കാരണം ഇപ്പോൾ അവർ അധികാരത്തിരിക്കുന്നതാണ്. അധികാരത്തിരിക്കുക സ്വാഭാവികമായിട്ടും അതിലേക്ക് ആൾക്കാർ വന്നു ചേരും. അധികാരത്തിൽ നിന്ന് അവർ പോകുമ്പോൾ ഇത് മൂർച്ഛിക്കും. ഈ പ്രത്യയശാസ്ത്ര പ്രതിസന്ധിയും സംഘടനാ പ്രതിസന്ധിയും പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കും. കാര്യം CPM നിലപാടുകളിൽ നിന്ന് മുന്നോട്ട് പോയതിനെ കുറിച്ചുള്ള ഒരു വലിയ കാര്യം പല വിഷയങ്ങളിലും CPM ഉന്നയിക്കാൻ പറ്റാത്തതിൽ പ്രതിസന്ധിയിലായി കഴിഞ്ഞു. പല കാര്യങ്ങളും കാര്യം ഇപ്പൊ നമ്മൾ നോക്കുക, ജമാഅത്തെ ഇസ്ലാമിയെ ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് CPM വിമർശനം ഉന്നയിക്കാൻ പറ്റാത്തത്? കാര്യം CPM ജമാഅത്തെ ഇസ്ലാമിയോട് സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ പല കാര്യങ്ങളിലും ഇവരിൽ നിന്ന് നടത്തി ഈ 10 വർഷത്തെ പ്രവർത്തനങ്ങൾ ഇവർക്ക് നാളെ അധികാരത്തിൽ പോയാൽ ഇവർക്ക് നേരെ വിരൽ ചൂണ്ടാവുന്ന കാര്യം അറിയും. CPM ഒരു അക്ഷരം ഉണ്ടാകാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടായിരിക്കും ചെയ്യും. അല്ല, എനിക്കൊന്നും മനസ്സിലാകാത്തത്, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചോളം അതിദരിദ്ര നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ലോഗനാണ്. അവരുടെ ഫിലോസഫി ഒക്കെ നിൽക്കുന്നതാണ്. പക്ഷെ അത് ഈ വികസനത്തിന്റെ ലിസ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നില്ല ഇപ്പോൾ. അത് താങ്കൾ പറഞ്ഞ പോലെ പാർട്ടിയുടെ ഒരു വിരോധാഭാസമല്ലേ? അവരുടെ ഐഡിയോളജി ഇതിനു വേണ്ടി നിൽക്കുന്നതാണ്. പക്ഷെ അവർ വികസനത്തിന്റെ കാര്യം പറയുമ്പോൾ നിർമ്മാർജ്ജനം മുമ്പിൽ നിൽക്കുന്നില്ല. അവരെന്തോ ഉണ്ടായിരിക്കും. പക്ഷെ റോഡും പോർട്ടും ഒക്കെയാണ് അവരുടെയും വികസനം. അതായത് കോൺഗ്രസ് പറയുന്ന അതേ സംഗതി, BJP പറയുന്ന അതേ സംഗതി. പിന്നെ വേറൊന്നും എനിക്ക് തോന്നുന്നു BJPയുടെ പ്രശ്നം എന്ന് വെച്ചാൽ, എൻ്റെ ഒരു സുഹൃത്ത് ഈയിടെ പറഞ്ഞു, കേരളത്തിലെ BJPയുടെ ഇവിടുത്തെ ഒരു സീനിയർ ജേർണലിസ്റ്റ് പറയുന്നത്, BJPയുടെ പ്രശ്നം കേരളത്തിലെ അവർ നോർത്ത് ഇന്ത്യൻ ഒരു കാഴ്ചപ്പാടിലാണ് കേരള രാഷ്ട്രീയത്തെ സമീപിക്കുന്നത്. ശരിയാണ്. അതാണ് അവരുടെ ഏറ്റവും വലിയ പരാജയം. വികസനം എന്ന് പറയുന്ന കോൺഗ്രസിനേക്കാളും വലിയ വികസനം അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ചില കോൺഗ്രസ് ആണ്. പിന്നെ CPMനേക്കാളും കൂടുതൽ വികസനം അവർക്ക് നാട്ടിൽ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം വെച്ചാൽ CPM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ മൊത്തമായിട്ട് പലപ്പോഴും അധികാരിക്കുമ്പോൾ ഇവർക്കൊന്നും സ്വപ്നത്തിൽ കാണാൻ പറ്റാത്ത ഭൂപരിഷ്കരണവും മറ്റു സോഷ്യൽ സംഗതികളും ആരോഗ്യരംഗത്ത്. കോവിഡ് സമയത്ത് ഞാൻ കേട്ടത് ഒരു പ്രസന്റേഷനിൽ മോഡി ചോദിച്ചത്, മോഡിക്ക് അത്ഭുതമായിരുന്നു, UPയിലും അല്ലെങ്കിൽ MP-യിലൊക്കെ ചില ഡിസ്ട്രിക്റ്റിൽ പോലും ഒരു മേജർ ഹോസ്പിറ്റലില്ല. അപ്പോൾ അദ്ദേഹം ഒരു പ്രോഗ്രാം വെച്ചു, എല്ലാ ഡിസ്ട്രിക്റ്റിലും ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കാൻ പ്രോഗ്രാം. അത് കേരളത്തിൽ താങ്കൾക്ക് ചിരിയായിരുന്നു, എനിക്കും ചിരി. ഞാനത് കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു. അങ്ങനെയാണോ? ബുലന്ദ്ഷറിൽ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റ് കേരളത്തിന്റെ ഒരു പകുതി സ്ഥലമുണ്ട്. അവിടെ ഒരു
ഒരു ഒരു മേജർ ഹോസ്പിറ്റൽ ഇല്ല അവിടെ കണ്ട് ഒരു ഒന്നോ രണ്ടോ ഹോസ്പിറ്റൽ മാത്രമാണ്, ചെറിയ ഹോസ്പിറ്റൽ. അപ്പൊ ഈ ഒരു സംഗതി അവിടെയാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ പറയുന്നത് മറ്റേ ഇൻഡിക്കേഷൻസ് ഒക്കെ ഇൻഡെക്സസ് ഒക്കെ മാറ്റി ഇത് ഈ വികസനം ഇന്ത്യക്ക് കിട്ടാത്ത ഒരു വികസനം കേരളത്തിലുണ്ട് ഇപ്പോൾ തന്നെ. അപ്പോൾ പിന്നെയും വികസനം എന്ന് പറയുമ്പോൾ നമ്മളെ ആൾക്കാർ തന്നെ താങ്കൾ പറഞ്ഞ പോലെ കൺഫ്യൂസ്ഡ് ആകണം, എന്താണ് ഈ വികസനം കൊണ്ട് അവരൊക്കെ ഉദ്ദേശിക്കുന്നത്. ഞാൻ അവിടെയാണ് ഈ അതിദരിദ്ര നിർമ്മാർജ്ജനം എന്ന് പറയുന്ന ആ സ്ലോഗൻ, അത് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ CPM പോലും അതിൻ്റെ സിഗ്നിഫിക്കൻസ് ശരിക്കും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നത്. അതുണ്ടാക്കുന്ന പ്രത്യാഘാതം, അതുണ്ടാക്കുന്ന ഒരു സ്ലോഗൻ, അതായത് ജനാധിപത്യം കൊണ്ട് വെൽഫെയർ സ്റ്റേറ്റ് കൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഇത്. വിപ്ലവം നടക്കാതെ തന്നെ കനിയിൽ വിപ്ലവം നടന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. കേരളത്തിൽ ജനാധിപത്യ സർക്കാരാണ് ഇതിലേക്ക് വെച്ച് പോയിരിക്കുന്നത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരിക്കും, നാളെ കോൺഗ്രസും ചെയ്യാം. അതുതന്നെയാണ് രാഹുൽ ഗാന്ധിയും പറഞ്ഞത്, നമുക്ക് അവർക്ക് സ്ഥിരം ജോലിയും സ്ഥിരം ആഹാരം കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ അവർക്ക് കുറച്ച് പൈസ എങ്കിലും കൊടുത്ത് അവരെ നമ്മൾ നിലനിർത്തുക. അതിൻ്റെ കൂടെ അതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇത് പറഞ്ഞല്ലോ, സബ്സിഡിയെ പറ്റിയൊക്കെ അദ്ദേഹം പറഞ്ഞല്ലോ, ഈയിടെയും പറഞ്ഞു. അപ്പൊ ആ ഒരു ഫിലോസഫി അതിനൊക്കെ മറികടക്കുന്ന ഒരു സംഗതിയാണ് കേരളത്തിൽ നടന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് അത് വളരെ താങ്കൾ പറഞ്ഞ അതേ ഇതാണ്, ഇത് വിരോധാഭാസമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ CPM-നെ പോലുള്ള ഒരു പാർട്ടിക്ക്, CPI-ക്ക് അത് മുന്നോട്ട് നിർത്തി ഒരു വോട്ട് ചോദിക്കാൻ ഉള്ള ഒരു ഒരു ഇൻസൈറ്റ്, അതിനെ ഒരു ഇഷ്യൂ ആക്കി കൊടുക്കാനുള്ള ഒരു ഇൻസൈറ്റ് ഇല്ലാതെ പോകുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നത് വളരെ പരിതാപകരമാണ്. അതായത് ലോകത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ജനാധിപത്യത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അത് സാധിച്ചിട്ടില്ല. കേരളത്തിൽ അത് ശരിയാവണം ചെയ്യുവാണെങ്കിൽ അത് ലോകത്തിന് തന്നെ ഒരു മോഡലായിട്ട് വരും. കേരളത്തിൽ അത് എനിക്ക് തോന്നുന്നു ഇതിന്റെ ആൾക്കാർ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ശരിയാണ്, സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ നേരത്തെ സൂചിപ്പിച്ച കാര്യം, BJP ഉത്തരേന്ത്യൻ മാതൃക കേരളത്തിൽ, ഉത്തരേന്ത്യൻ മാതൃക പറഞ്ഞാൽ ഹിന്ദുത്വം എന്ന് വിളിക്കുന്ന ഉത്തരേന്ത്യൻ മാതൃകയാണ്. കേരളം പോലെ സംസ്ഥാനത്ത് ഒരു കാലത്തും ഹിന്ദുത്വം മറക്കാവില്ല. കാര്യം കേരളത്തിന്റെ സാമൂഹ്യ ജീവിതം, കേരളത്തിന്റെ ഒരു പാരമ്പര്യമൊന്നും ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തോട്, ആ ഹിന്ദുത്വ ഐഡിയോട്, ഉദാഹരണത്തിന് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ശ്രീരാമൻ എന്നൊരു ഹിന്ദു ദൈവം, കേരളത്തിൽ ശ്രീരാമൻ പ്രധാനപ്പെട്ട ദൈവമല്ല ഹിന്ദുക്കളുടെ ഇടയിൽ. ഈ അയ്യപ്പനും എന്താ പറയുക, ശ്രീകൃഷ്ണനും ഒരുപാട് ദേവികളും ഭഗവതി അവരൊക്കെയാണ് കേരളത്തിന്റെ സമയം ഹിന്ദു ക്ഷേത്രങ്ങളുടെ വലിയ ക്ഷേത്രങ്ങൾ നമ്മൾ മനസ്സിലായി. ശ്രീരാമൻ എന്ന സങ്കല്പം കേരളത്തിൽ ഉണ്ടായിരിക്കാം, പക്ഷെ അതൊരു പ്രധാനപ്പെട്ട ഒരു ഹിന്ദു സങ്കല്പമല്ല. അപ്പൊ BJP-യുടെ ഈ ശ്രീരാമൂറിയുടെ ശ്രീരാമജയം തുടങ്ങിയിട്ടുള്ള ഹിന്ദുത്വ സങ്കല്പങ്ങൾ കേരളത്തിന്റെ ഒരു സാമൂഹ്യ ജീവിതത്തിൽ പ്രാവർത്തികമേ അല്ല. കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിനെ കുറിച്ച് ഇപ്പോഴും BJP-ക്ക് മനസ്സിലായി. അതിൽ മനസ്സിലെ കുറച്ച് നേതാക്കളാണ് അതിൻ്റെ അകത്ത് ഒരു ക്രിസ്ത്യൻ ന്യൂനപക്ഷം എന്ന് വിളിക്കുന്ന ക്രിസ്ത്യൻ ഒരു ഭാഗത്തെ, ക്രൈസ്തവരിൽ തന്നെ റോമൻ കാത്തലിക് വിഭാഗത്തെ എങ്ങനെയും അല്ലെങ്കിൽ ഓർത്തഡോക്സ് വിഭാഗത്തെ എങ്ങനെയും കൂടെ നിർത്താം എന്ന സമയത്തിലേക്ക് പോയത്. അത് ഒരുപക്ഷെ അത് പ്രായോഗികമായിരുന്നു. കാര്യം അത് വലിയ കാര്യം, അത് ഒരു ആഗോള രാഷ്ട്രീയം വെച്ചുകൊണ്ട് നോക്കുമ്പോൾ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങൾ ഒരുപക്ഷെ കേന്ദ്രത്തോട് താല്പര്യം കാണിക്കുകയും അതിന് പ്രായോഗിക ദർശനമായിരുന്നു. പക്ഷെ അത് വർക്ക് ചെയ്യാത്ത കാര്യം BJP മറ്റ് സംസ്ഥാന സ്ഥലങ്ങളിൽ കന്യാസ്ത്രീ ഉപദ്രവിക്കുകയും കന്യാസ്ത്രീ ഉപദ്രവിക്കുകയും അവർക്ക് അവരുടെ അവർക്ക് അതിന്റെ കേസ് എടുക്കുന്നതും ചെയ്തൊരു പാർട്ടിയാണ്. BJP-യുടെ കോർ ഐഡിയോളജി വിട്ട് ഉപേക്ഷിച്ചാൽ പറ്റും. BJP ഇല്ലല്ലോ. അപ്പൊ കേരളത്തിൽ BJP-ക്ക് അതിന്റെ കോർ ഐഡിയോളജി ഉപേക്ഷിച്ചാൽ മറ്റു കേരള കോൺഗ്രസ് പാർട്ടി ആയി മാറേണ്ടി വരും. അങ്ങനെ പാർട്ടി എന്ന് പറഞ്ഞാൽ BJP അല്ല. അത് ആ ഒരു പാർട്ടി കേരളത്തിൽ വിജയിച്ചിരുന്നു. പക്ഷെ BJP ആസ് സച്ച്, BJP-യുടെ കോർ ഐഡിയോളജി നിൽക്കുന്ന നമ്മൾ ഉത്തർപ്രദേശിലും ബീഹാറിലും മധ്യപ്രദേശിലും കാണുന്ന BJP-ക്ക് കേരള രാഷ്ട്രീയത്തിൽ ഒരു സ്പേസും ഇല്ല. കാര്യം കേരളത്തിലെ ഹിന്ദു സമൂഹം, വിവിധ ജാതി സമുദായങ്ങൾ ബന്ധപ്പെട്ട സമൂഹത്തിന്റെ ഒരു വികാസവും അവർ എത്തിയിരിക്കുന്ന സാഹചര്യം BJP-യുടെ ഒരു പൊരുത്തമില്ല. BJP-യുടെ ഐഡിയോളജിയായിട്ട് പൊരുത്തില്ല. വികസനം എന്ന കാര്യത്തിൽ BJP പറയുമ്പോൾ ഇതിനെക്കാട്ടും വലിയ വികസനത്തിന്റെ ആൾക്കാരാണ് അപ്പുറത്ത് CPM നിൽക്കുന്നത്. അതിനേക്കാളും വികസനത്തിന്റെ അതേ വികസന സങ്കല്പമാണ് കോൺഗ്രസിന്റേത്. പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊപ്പം തന്നെ BJP-ക്ക് ക്ഷേമ സങ്കല്പം ഇല്ല താനും. ഇവർക്കാണെങ്കിലോ CPM-നും കോൺഗ്രസിനും ക്ഷേമ സങ്കല്പത്തെ കുറിച്ച് വളരെ കൃത്യമായ ധാരണയുണ്ട്. കാര്യം ആർക്കാണ് ക്ഷേമം വേണ്ടത്, എങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. CPM-ന്റെ ഈ പറഞ്ഞ വളരെ ശരിയായിട്ടുള്ള കാര്യം, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം CPM-ന്റെ പ്രയോറിറ്റി വിഷയമാവേണ്ടതാണ്, ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടതാണ്, വലിയൊരു സാധ്യതയുള്ള വിഷയം തന്നെയാണ്. അതുപോലെ തന്നെ അത് ഇൻഡിപെൻഡന്റ് വെരിഫൈ ആണ്. അതിദാരിദ്ര്യം എന്നുള്ള കുറിച്ച് നിർവചനങ്ങളിലൊക്കെ പല തർക്കങ്ങളുണ്ട്. കാര്യം ആരാണ്, ഡെസ്റ്റിറ്റ്യൂട്ട് പോപ്പുലേഷൻ ആണോ അതോ എക്സ്ട്രീം പോവർട്ടി ആയിട്ടുള്ള ആൾക്കാരാണോ തുടങ്ങിയ പല ഡെഫിനിഷൻസിനെ കുറിച്ചും പല തർക്കങ്ങളുണ്ട്.
ഇവിടെ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എക്സ്ട്രീം പവർട്ടി ഇറാഡിക്കേറ്റ് എന്ന് പറയുന്ന CPM സംബന്ധിച്ചാൽ അതൊരു പ്രധാനപ്പെട്ട പ്രോജക്റ്റായി എടുക്കാന്നുണ്ടെങ്കിൽ അവർക്ക് അത് വളരെ പറഞ്ഞ ശരി, അതൊരു ഹൈലൈറ്റ് പ്രോജക്റ്റ് ആയിട്ട് അവർ ഇപ്പോഴും അത് ആവിഷ്കരിക്കാത്തതിൽ എന്തോ ഒരു ഇതുണ്ട്. കാര്യം അതൊരു ഒരു വലിയ നേട്ടമാണ്. പക്ഷേ ഈ ക്ഷേമമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കോൺഗ്രസ് ഇതേ നിലപാട് തന്നെയാണുള്ളത്. കാര്യം രാഹുൽ ഗാന്ധി അപ്പുറത്ത് വന്നിട്ട് ഇതിലേക്കാളും വലിയ ക്ഷേമം പ്രഖ്യാപിച്ചു പോയത്. അപ്പോൾ അതിൽ അവർ തമ്മിൽ ഭിന്നമായിട്ടുള്ള ഒരു സമീപനം ഇല്ല. കാര്യം അപ്പോൾ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ പ്രായോഗികത, ഇവിടുത്തെ സമൂഹങ്ങളെ കുറിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന രണ്ട് മുന്നണികൾ നല്ലൊരു മത്സരം തന്നെയാണ്, കടുത്ത മത്സരം. അതിൽ പിണറായി വിജയന് ഈ താൽക്കാലികമായി അപ്രഹാരം ഭരണത്തിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം കൂടി നോക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കുന്നത്, എപ്പോഴും 2 ടൈം കഴിഞ്ഞ CPM സംബന്ധിച്ചോളം അതിന് അണികളിലും അതിന് അനുഭാവികൾ വൃന്ദത്തിൽ തന്നെ ഒരു വലിയ മടിപ്പ് നിൽക്കുന്നു. കാര്യം അവരുടെ വികസന സങ്കല്പം പിണറായി വിജയന്റെ വികസന സങ്കല്പം തമ്മിൽ വലിയ ഒരു അകൽച്ചയുണ്ട്. ഈ CPM അനുഭാവി വൃന്ദത്തിന്റെ ഇടയിലും CPMന്റെ സഹയാത്രികരുടെ ഇടയിലും അവരുടെ വികസന സങ്കല്പം ഈ എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷൻ തുടങ്ങി അങ്ങനത്തെ ഒരു സോഷ്യലിസ്റ്റ് സങ്കല്പ. പിണറായിന്റെ പ്രത്യക്ഷ രാഷ്ട്രീയത്തിൽ അതില്ല, ആ സോഷ്യലിസ്റ്റ് സങ്കല്പം ഇല്ല. അപ്പൊ അതുകൊണ്ട് ഈ ഇടതുപക്ഷത്തിന്റെ കോർ ബേസിൽ തന്നെ അനുഭാവികൾക്ക് ഈ ഇപ്പോഴത്തെ LDF ഗവൺമെന്റിന്റെ, പിണറായി നേതൃത്വ LDF ഗവൺമെന്റിന്റെ ഒരു തരത്തിലുള്ള ഒരു ക്യാപിറ്റലിസ്റ്റ് വികസന സങ്കല്പത്തോട് അത്ര യോജിപ്പില്ല. പക്ഷെ അതേസമയം ആ ക്യാപിറ്റലിസ്റ്റ് വികസന സങ്കല്പത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അത്ഭുതകരമായിട്ട് ഇത്രയും കാലം UDF ചെയ്യാത്ത വിധത്തിൽ ഒരു ലെഫ്റ്റ് ഓറിയന്റഡ് പൊളിറ്റിക്സ് ആണ് ഇന്ന് സതീശനൊക്കെ പ്രദാനം ചെയ്യുന്നത്. അത് രാഹുൽ ഗാന്ധി കൊണ്ടുവന്നതാണ്. കാര്യം ഇപ്പോൾ ഈ ഹിന്ദുത്വമായിട്ടുള്ള ഐഡിയോളജിക്കൽ ഫൈറ്റ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് കോൺഗ്രസ്. അത് കേരളത്തിൽ ഈ CPMന്റെ ഇടതുപക്ഷ അണികളുടെ ഇടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ പല പ്രസംഗങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുകയും വിവർത്തനം ചെയ്യും പോലും. ഞാൻ നോക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ പല പ്രസംഗങ്ങൾ വിവർത്തനം ചെയ്യും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഇടതുപക്ഷത്തിന്റെ അനുഭാവി വൃന്ദാണ്. അതായത് CPM മെമ്പർമാരല്ല, ഇടതുപക്ഷത്തോട് ആഭിമുഖ്യം പുലർത്തിയിരുന്നതാണ്. അപ്പൊ അവർക്കെല്ലാം തന്നെ ഈ ലെഫ്റ്റിലേക്കുള്ള ഷിഫ്റ്റ് അത് ഇതാണ്. മാത്രമല്ല കേരളത്തിൽ സതീശനെ പോലെ ലീഡർ ആണെങ്കിൽ പ്രത്യക്ഷത്തിൽ ആ ലെഫ്റ്റ് ഒരു ഷിഫ്റ്റ് പ്രകടിപ്പിക്കുകയും ചെയ്യും. തന്റെ ഭാഷയിൽ തന്നെ പ്രവർത്തനം തന്നെ നിലപാടുകളിലൊക്കെ തന്നെ ആ ലെഫ്റ്റ് ഷിഫ്റ്റ് പിണറായിനേക്കാളും വളരെ മൂർത്തമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് VD സതീശൻ. അപ്പൊ അതുകൊണ്ട് അത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോഡി ഈ പ്രാവശ്യം കേരളത്തിൽ വന്നപ്പോൾ കോൺഗ്രസിന് MMC, അതായത് മുസ്ലിം കോൺഗ്രസ് എന്ന് പറഞ്ഞ അത് ആ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞു. അതായത് മൈനോറിറ്റിയെ സംരക്ഷിക്കുകയും അതുപോലെ തന്നെ ഇടതുപക്ഷ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നവരാണ് കോൺഗ്രസ് എന്ന് BJPയുടെ ക്യാമ്പയിൻ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. വളരെ ഇൻസൈറ്റ് സാറ് പറഞ്ഞാണ് അതിൻ്റെ അകത്ത് ഏറ്റവും ഇൻസൈറ്റ്. കാര്യം BJP കേരളത്തിൽ ലെഫ്റ്റായി കാണുന്ന കോൺഗ്രസിനെയാണ്. അതാണ് ഇടതുപക്ഷ അനുഭാവികൾക്ക് പോലും ഈ മാറ്റുന്ന കാര്യം. BJP കേന്ദ്രത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും CPM ഒരു തങ്ങളുടെ രാഷ്ട്രീയ ഏതാണ്ട് ഒരു വികസന കാര്യത്തിൽ തന്നെ തങ്ങളുടെ ഒപ്പം പോകുന്ന രാഷ്ട്രീയ സംഘടന. എന്നാൽ ലെഫ്റ്റിന്റെ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി ഇന്ന് റെപ്രസെന്റ് ചെയ്യുന്ന ആരാണ്? അത് മൈനോറിറ്റി പ്രൊട്ടക്ഷൻ, അതുപോലെ ലെഫ്റ്റ് പൊളിറ്റിക്സ്, അതിനെ മാവോയിസം എന്നൊക്കെ കുറിച്ച് കളിയാക്കുന്നത്. അപ്പോൾ അത് കോൺഗ്രസ് ആണെന്ന് നിലയ്ക്ക് BJP നൽകിയ സർട്ടിഫിക്കറ്റ് ആണ് കേരളത്തിൽ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസ് ആണെന്ന്. വളരെ ഇൻസൈറ്റ്ഫുൾ ആണ്. അതാണ് കേരളത്തിലെ പൊളിറ്റിക്സിന്റെ യഥാർത്ഥ ഇപ്പൊ എത്തി നിൽക്കുന്ന സ്ഥിതി. അതാണ് അതാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിലെ ഈ ക്യാമ്പയിനിൽ ഉരുത്തിരിയുന്ന പല കോൺട്രാഡിക്ടറി ആയിട്ടുള്ള സന്ദേശങ്ങൾ, അതായത് BJPക്ക് ഇവരെ ഇങ്ങനെ വിളിക്കേണ്ടി വരുന്നു, അതുപോലെ തന്നെ കോൺഗ്രസിന് CPM അപ്പോൾ വേറൊന്ന് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, ഞങ്ങളാണ് BJPയെ തടുത്തു നിർത്തുന്നത് നാഷണലി എന്ന് CPM ഒരിക്കലും ഇപ്പോൾ അവകാശപ്പെടുന്നില്ല. അതൊരു വളരെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആയിട്ട് തോന്നുന്നു. അങ്ങനെ ഒരു അവകാശവാദം CPM ചെയ്യുന്നതേ ഇല്ല. ഇത് കാണിക്കുന്നത് അവർക്ക് എനിക്ക് തോന്നുന്നത് അവരുടെ എന്താണ് ഒരു പൊളിറ്റിക്കലി കോർണർ ചെയ്തപ്പെട്ട ഒരു അവസ്ഥ അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത് എങ്ങനെ പ്ലേ ഔട്ട് ചെയ്യുമെന്ന് നമുക്ക് അടുത്ത 2-3 ആഴ്ചകൾ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയും. അതുവരെ നമ്മൾ കാത്തിരിക്കുന്നു. പക്ഷേ ഇതൊക്കെയാണ് കേരളത്തിലെ ഇഷ്യൂ എന്ന് ഞങ്ങൾ രണ്ടുപേർക്കും ഞങ്ങളുടെ ഒബ്സർവേഷനിൽ നിന്നും ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഞങ്ങൾ അതാണ് സംസാരിച്ചത്. നന്ദി, നമസ്കാരം. വേറെ വിഷയമായി, തെരഞ്ഞെടുപ്പിന്റെ വേറെ വിഷയമായി ഞങ്ങൾ വീണ്ടും മുമ്പിൽ വരുന്നു.